ഉറക്കത്തിന്റെ ആഘാതം കൊണ്ടാണോ ക്ഷീണം കൊണ്ടാണോ അറിയില്ല. നമ്മൾ എണീച്ചപ്പോ രാവിലെ 9:10. അപ്പൊ താഴെ എന്തോ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. അച്ഛനും അമ്മയും എല്ലാവരും രാവിലെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അതെ, എന്തൊക്കെയോ പരിപാടികളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഓണത്തിന് എന്താണ് സ്പെഷ്യൽ, ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ അതെ, ബ്രേക്ക്ഫാസ്റ്റ് താഴെ പോയി ലഞ്ചും എല്ലാം നമ്മളും ചുറ്റും എല്ലാം ഇന്ന് ഇവിടെ കൂടുന്നത്. അപ്പൊ നമുക്ക് എന്താ താഴെ പരിപാടി നോക്കാം. എന്നാ വെച്ച പരിപാടി? ഓ പൊളി. അടുപ്പിന്റെ കൂടെ അവൻ ജനലിൽ കൂടെ കൂടുതലെണ്ണാണല്ലേ? എണ്ണ കൂടെ വേണം. മുങ്ങിക്കിടന്ന് ഫ്രൈ ആണല്ലേ? എന്തോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? ഓ പിന്നെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ്. അതെ, സീക്രട്ട് ഇതമ്മ ഇടാറായ ഓണമായിട്ട് എന്നതാ വെച്ചാ പരിപാടി? ഓണമായിട്ട് എന്താ പരിപാടി? ആ പൊളി. എന്താ? ഓ മൈ ഗോഡ്, അടിപൊളി. കൊച്ചാ ഹാപ്പി ഓണം. അടിപൊളി. രണ്ടവന്മാരുടെ നല്ല ബഹളം രാവിലെ. അവന്മാര് അവിടെ ഇട്ട് ഭയങ്കര, ഈ ജനലിലൊക്കെ ഇട്ട് ഭയങ്കര അടി അകത്ത് കയറ്റാനായിട്ട്. പേടിയില്ല, കാരണം അവൻ അത്ര ഹൈറ്റ് ഇല്ലാത്തോണ്ട് ഞാൻ പ്രശ്നമില്ല. ഇവിടെ എല്ലാം പല പരിപാടികളായിട്ട് ബിസി ആയിട്ട് നിൽക്കുക. ഗോപാലെത്തി. ഹാപ്പിയാണോ ഗോപാല? ഇരിക്കാം, അവയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇരിക്കാം. സമയം 10 മണിയാവാറായി. ചായ ആർക്കൊക്കെ വേണം? ദേവിക്ക് ചായ വേണോ? ദേവിക്ക് ചായ വേണം. ഗോപാലിന് ചായ, കിച്ച, പിന്നെ ഒരു അച്ഛൻ, കൊച്ചൻ ഒരു 7 ചായ എടുത്തോ. 7 ചായ വേണ്ടി വരും എന്തായാലും. എന്തൊക്കെയാ? ചായ, സാമ്പാർ, പരിപ്പുവട, ഇഡ്ലി, ചമ്മന്തിയും പിന്നെ സാമ്പാർ. ഇതാണ് നമ്മുടെ ഓൺ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. യെസ്, ഇരിക്കും എല്ലാവരും ഇരിക്കും. മുമ്പ് എടുത്തോളൂ. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഇഡ്ലി സാമ്പാർ സ്പെഷ്യലുകൾ ഓരോന്നായി വരും. മുന്തിരിക്കൊത്ത്, ചിപ്സ്, പിന്നെ ആയോ, പിന്നെ കുറച്ച് മുറുക്ക്. പരിപ്പട കൊള്ളാം. ഒന്ന് അത് വാങ്ങിച്ചു തന്നോ? അമ്മ ഇരിക്കുമ്പോ സ്പൂണാണോ? ആ, ഫോർക്ക്. പരിപ്പോട, ചൂട് പരിപ്പോട. ഇങ്ങടമ്മ സ്പൂൺ വാ, ഇരിക്കാം. അമ്മ ഇരിക്കാം. കഴിയാം. ഏത് വെട്ടമുണ്ട്? ഇനി നമ്മൾ ഫുഡ് അടിക്കാം. എങ്ങനെയുണ്ടമ്മ? കൊള്ളാല്ലേ? വെള്ളയും സാമ്പാറും. വട മുരിഞ്ഞ് ഓലെ. അപ്പൊ ഓണസദ്യയുടെ കാര്യം എങ്ങനെയാണ്? ഓണസദ്യ നമ്മളിതാ
നമ്മള് ഓണം സദ്യ നമ്മള് പുറത്ത് കൊടുത്തു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീട്ടിലെ അമ്മയ്ക്കൊക്കെ ഇപ്രാവശ്യം ഓണം എല്ലാ പ്രാവശ്യവും അമ്മയും ചുറ്റും എല്ലാവരും ഭയങ്കര ബിസിയാണ്. അവർ ഓണത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ആക്ച്വലി ഓണം സദ്യ നമ്മൾ ഇന്ന് പുറത്ത് കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ സദ്യ എടുക്കാനായിട്ട് നമ്മൾ ഹോട്ടലിൽ വരുന്നതായിരുന്നു ഗ്രാൻഡ് മാസ് കിച്ചൺ. നമ്മുടെ ആലങ്കോടുള്ള ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് നമ്മൾ സാധനം പാത്രങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യണം അല്ലേ? കുറച്ച് അത്യാവശ്യം കറികൾക്കുള്ള പാത്രങ്ങളെല്ലാം ചോറിനുള്ള പാത്രമെല്ലാം നമ്മൾ കൊടുക്കണം. ബാക്കിയുള്ളതെല്ലാം സാധനങ്ങൾക്ക് അവർ തരും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് ആദ്യം വരുന്ന വഴി സദ്യയൊക്കെ എടുത്തോണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ സ്പൂണിൽ നാരങ്ങ കളിച്ചു റോഡിൽ മത്സരം. അത് രസമുണ്ടല്ലേ? ആരും ജയിച്ചില്ലല്ലോ. എല്ലാവരും നാരങ്ങയും പോയി. ഇതുപോലെ ഇറങ്ങിയത് മത്സരിച്ചു പോലെ. അടിപൊളി. കിട്ടിയോ? എന്താണ് എത്ര ടൈം എടുത്തേ? നിങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടാണോ വന്നേ? അല്ല, ഗേറ്റ് അടഞ്ഞടക്കല്ലേ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുണ്ട് ഈ വട്ടം സദ്യ പുറത്തുനിന്ന് മേടിച്ചല്ലേ അമ്മ? ഈ വട്ടം സദ്യ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു. കണ്ട ഇവിടെ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളിലേക്ക് എടുത്ത് വെച്ചാലോ? അതെ, ഉള്ളിലോട്ട് ഉണ്ടോ അമ്മ? അമ്മ ഇതെന്താ? ഇത് അയില വിക്രമോ? അയില വിക്രമോ? മേക്ക് ഓവർ റെഡി ആയോ എല്ലാരും? നോക്കട്ടെ, മാറി. 1 2. ഇത് ആരത്? അച്ഛാ ഹായ് ദേവി. ചിറ്റ ഹാപ്പി ആണോ? എന്താ പരിപാടി? ഫോട്ടോ സെഷൻ? അമ്മൂമ്മോ അകത്തെടുക്കാമോ? അമ്മൂ താക്ഷായിട്ട് നടക്ക. ഇലയിടാ ഇലയിടാ. എന്തോടെ എടുക്കുന്നേ? സ്പൂൺ എടുക്കാമോ? അല്ല, അവന്മാര് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അകത്ത് കയറ്റി അവന്മാരെ എടുത്തൊരു ഫോട്ടോ എടുക്കാം. എനിക്കോ നോക്കാം. നമ്മുടെ ഓണം ഐറ്റംസ് എല്ലാം ഇവിടെ നമ്മൾ വാങ്ങിയിട്ട് വന്ന ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ കിട്ടിക്കൊണ്ട് അവിടെ നമുക്ക് എടുത്ത് സെർവ് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഓണം പരിപാടി, അതായത് നമ്മുടെ സദ്യ പരിപാടിയിലേക്കാണ് ചെയ്യാറ്. മൊത്തം 35 അല്ലേ? ഏകദേശം 35 ഐറ്റംസ് ഉണ്ട്. ഇതെന്ത് ദേവി? പൈനാപ്പിൾ പച്ചരി. ദേവിയുടെ എന്തോ അവിയലാണോ? ഓക്കെ, അവിടെ തുടങ്ങിക്കോ. ഇവിടെ തന്നെ കൂട്ടുകറി. അമ്മയോട് എന്തെടുക്കും അമ്മ? പപ്പടം ഇല്ലേ? കുറച്ചുകൂടെ പപ്പടാക്കാം അതല്ലേ? ഓക്കെ, എണ്ണ ഒഴിച്ചാ? ഇല്ല, ചൂടായിരുന്നേ ഉള്ളൂ. അതെന്ത് വെച്ചത്? കോളൻ പപ്പടം. ഇല നിറയട്ടെ. അത് കറിയ പാവയ്ക്കറി അരി. ആദ്യത്തെ പന്തി ഇരിക്കൂ. അതുപോലെ പപ്പടം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മുമ്മ എങ്ങനെയുണ്ട് മുമ്മ സദ്യ? അടിപൊളി. എന്ത് വെച്ചാ? ഇത്ര വെച്ചിട്ടല്ലേ വെച്ചാ? ഇത്ര അല്ല, അച്ഛനെ പപ്പടം വറുത്തേ. അത് കട്ട് ചെയ്യാ, നമുക്കത് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഹോട്ടലിൽ പാക്ക് ചെയ്യുന്ന പോലെയൊക്കെ പാക്ക് ചെയ്തില്ലേ ഇവര്? ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഇത് കടലയോ? കടലപ്പായസം. അടപ്രഥമനാണോ?
എന്താ അയ്യോടാ ഇവിടെ കാണിച്ചേ. അയർലൻഡിൽ പോയിരുന്നു. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. അമ്മാരെന്തോ അമ്മാരെവിടെ കിയോച്ചാ ഓയ് കിയോ മോമോ അല്ല കിളി മോമോ ഏറോ എന്തോടെ മാനോ ഗോപച്ച ഗോപന ഏതൊക്കെ ടൈപ്പ് പായസമുള്ള അടപ്പായസം, അട? പായസം, അട കടല അട, കടല, പൈനാപ്പിൾ, വെർമിസലി. പമസ്. ഓ 4 ടൈപ്പ് പായസം. ഇല്ല, എല്ലാം മെയിൻ ഐറ്റം ബോളി. ബോളി. അങ്ങനെ നല്ലൊരു അടിപൊളി സദ്യക്ക് ശേഷം ഞങ്ങൾ നേരെ അമ്മയുടെ കുടുംബ വീട്ടിലേക്ക്, അമ്മയുടെ അമ്മയെ കാണാനായിട്ട് നമ്മുടെ ഓച്ചിറ, അതായത് നമ്മുടെ കായംകുളത്തുള്ള അമ്മുമ്മയുടെ വീട്ടിലേക്കാണ് നേരെ പോയത്. ഞാൻ അവിടുത്തെ സമയം വെച്ചിട്ട് ഇറങ്ങി, അതല്ല ചെറിയ 1:15 ഇപ്പൊ. ചേച്ചി എന്തുണ്ട് ചേച്ചി വിശേഷം? സുഖമായിട്ടിരിക്കുന്ന കൈതാ വീടിൽ വരാ. പെട്ട് എല്ലാം റെഡിയായി, എല്ലാം ഓക്കെ. ചെറിയൊരു സർപ്രൈസ് ആയിട്ട് വന്ന, ആരോടും പറഞ്ഞില്ല. അമ്മൂമ്മ അകത്തിരിക്കണം. ക്ലാസ്സാ ഫോണില മീറ്റിംഗ് നടക്കുക. കിച്ചൺ മീറ്റിംഗില. ഒന്ന് ഉറങ്ങട്ടെ, അമ്മ ഉറങ്ങട്ടെ. അമ്മ എണീറ്റിട്ട് കാണാം, എണീറ്റിട്ട് കാണാം. അമ്മ എണീറ്റ് കാണാം. അമ്മയ്ക്ക് സുഖമില്ല, അമ്മ കിടക്കുക. അമ്മൂമ്മയുടെ വിശേഷിക്കട്ടെ. മിച്ചി അത്താഴം കഴിക്കാനാണോ വരുന്നത്? ഞാൻ പറഞ്ഞു അവിടെ കാനഡ മിച്ചി അത്താഴം കഴിക്കാനാണോ വരുന്നത്? ചേച്ചി എന്താ ചേച്ചി സ്പെഷ്യൽ എന്താ ചേച്ചിയുടെ? അതെന്താ ഒന്നും ഉണ്ടാക്കില്ല. അയ്യോ, അന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് എടുക്കാം അല്ലേ? അമ്മൂമ്മക്കിളി ഉറക്കം കഴിഞ്ഞാ? അപ്പവും മുട്ടക്കറി എവിടെ? അപ്പം മുട്ടക്കറി കിടന്നോ അമ്മ? സ്പെഷ്യല് അമ്പോ ചിക്കൻ കറി, പയർ തോരൻ, കരിമീന, തിലാപ്പിയ മമ്മി, അത് കരിമീൻ, ഇഞ്ചി, മാങ്ങ, നാരങ്ങ. അച്ഛാ റെഡി? എന്നാ പിന്നെ വേണ്ടേ കുറച്ച് പച്ചടി, കിച്ചടി, അവിയല്, ഓണം ഐറ്റംസ്. കഴിച്ചാലോ? അച്ഛൻ തുടങ്ങിയാ? അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കസിൻസും എല്ലാവരും നമ്മൾ ഒരുമിച്ചൊരു ഫാമിലി റീയൂണിയൻ പോലെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണാഘോഷം നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചു.
അപ്പോൾ ഈ കുഞ്ഞു ഓണ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ.